നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കാർ ഡ്രൈവിംഗ് എങ്ങനെ പഠിക്കാം എന്നതിനെ പറ്റിയാണ്. ഒരു തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. എന്തെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാർ ഓടിക്കാൻ പഠിക്കാം, എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്, ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ ഒരു ക്ലാസ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും തുടക്കക്കാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകും. അറിയാവുന്നവർ ഈ ഒരു വീഡിയോ കാണണമെന്നില്ല. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ലൈസൻസ് കിട്ടിയിട്ട് പോലും വാഹനം വിട്ടുണ്ടായിട്ടും പലരും വാഹനം ഓടിക്കാൻ പേടിയുള്ളവർ പലരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ ഒരു കാര്യം കൂടി, ഇങ്ങനെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി, വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുള്ള എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തതിന് ശേഷവും 1-2 പ്രാക്ടീസിന് പോയതല്ലേ, അപ്പൊ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കുമെന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം, 80-85 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ഉള്ളത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് ഞാൻ എല്ലാം പറഞ്ഞു പോകാം. അതായത് ഇതാണ് സ്റ്റിയറിങ്, അതേപോലെ തന്നെ ഇതാണ് ക്ലച്ച്, അതേപോലെ തന്നെ ഇതാണ് ബ്രേക്ക്, അതുപോലെ തന്നെ ഇതാണ് ആക്സിലേറ്റർ. നമ്മൾ പറയാറുണ്ട് ABC, ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്. അതേപോലെ തന്നെ ഇതാണ് ഗിയർ, നമ്മുടെ ഇത് ഹാൻഡ് ബ്രേക്ക്. അപ്പൊ നമ്മളൊരു വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഈ 5 കൂട്ടം കാര്യങ്ങളിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അതായത് സ്റ്റിയറിംഗില് ഗിയർ, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ. അപ്പം ഞാൻ അത് ആദ്യമേ തൊട്ട് പറഞ്ഞപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്നത് നമുക്ക് ന്യൂട്രാക്കാനും, അതുപോലെ തന്നെ ഗിയറുകൾ ഇടാനും, അതുപോലെ തന്നെ ഒരു വണ്ടി ഗിയർ ഇട്ടിട്ട് വണ്ടി എടുക്കാനും, അതുപോലെ തന്നെ വണ്ടി സ്ലോ ചെയ്യാനും വണ്ടി നിർത്താനുമാണ് നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്നത്. ബ്രേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വണ്ടി സ്ലോ ചെയ്യാനും നിർത്താനും വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മൾ ആക്സിലേറ്റർ നമ്മൾ സ്പീഡ് കൂട്ടാനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യാനാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് നമ്മൾ ഓരോ ഗിയറുകൾ ഇട്ട് സ്പീഡിൽ പോകുമ്പോൾ ഓരോ ഗിയറുകൾ നമ്മൾ ചേഞ്ച് ചെയ്യും. അപ്പം ഈ ഓരോ വണ്ടിയുടെ ഗിയറിന്റെ മുകളിലായിട്ട് ഇങ്ങനെ അടയാളങ്ങൾ കാണാം. അപ്പം ഫസ്റ്റ് ഗിയറിലാണ് നമ്മളൊരു വണ്ടി മുൻപോട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ 6 എന്ന് പറഞ്ഞാൽ അതാണ് റിവേഴ്സ്. നമ്മൾ റിവേഴ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ ആ ഗിയർ ഇട്ട് കൊടുക്കണം. അപ്പം ആ ഗിയർ ഇടുമ്പോഴെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ക്ലച്ച് ചവിട്ടി കൊടുക്കണം. ക്ലച്ച് ചവിട്ടിയാലേ നമുക്ക് ഗിയർ കറക്റ്റ് ആയിട്ട് വീഴുള്ളൂ. അപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളൊരു വണ്ടിയിൽ കയറിയിരുന്ന് ആദ്യം എന്തെല്ലാം ചെയ്തിട്ടാണ് ഒരു വണ്ടി എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു വാഹനത്തിൽ കയറിയിരുന്നിട്ട് പലരും പഠിച്ചു വെച്ചിരിക്കുന്ന സീറ്റ് ബെൽറ്റ് ഇടാനാണ്. നമ്മളൊരു സീറ്റ് ബെൽറ്റ് ഇടാനല്ല നമ്മൾ ആദ്യം ഒരു വാഹനത്തിൽ കയറിയിരുന്ന് പഠിക്കേണ്ടത്. നമ്മൾ ആ വാഹനത്തിൽ കയറിയിരുന്ന് നമ്മളൊരു വണ്ടി എടുക്കാൻ പഠിക്കണം. ഈ എടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കുന്നവർക്ക് നമുക്ക് സീറ്റ് ബെൽറ്റിന്റെ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ അത് ക്രമമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രയാസം കൂടാതെ എവിടെ നിന്ന് നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം വന്നോളും സീറ്റ് ബെൽറ്റ് ഇടണമെന്നൊക്കെ. അപ്പൊ നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിപ്പോ ഒരുങ്ങുന്നത്. അപ്പൊ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാനല്ല. അപ്പൊ നമ്മൾ ആദ്യമേ നമ്മളൊരു വാഹനത്തിൽ കയറി ഇരുന്ന് എന്ത് ചെയ്യണം? നമ്മുടെ സീറ്റ് ക്ലിയർ ചെയ്യണം. നമ്മുടെ ഇരിപ്പിടം നമ്മൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. നമ്മളിപ്പം ഇരിപ്പിടം ക്ലിയർ ചെയ്യുമ്പോൾ പലരും എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഇങ്ങനൊക്കെ ഈ ഒരു രീതിയിലൊക്കെ പിടിച്ച് കണ്ട് ഇങ്ങനൊക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യും? കണ്ട് ഇങ്ങനെ കൈ വിട്ടിട്ട് ഇങ്ങനെ നോക്കാറുണ്ട്. എന്നിട്ട് ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് പിടിക്കണം. നമുക്കൊരു വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റിയറിംഗിന് പിടിച്ചുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക് പിടിക്കുന്നത്. അല്ലാതെ നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റിയറിംഗിൽ നിന്ന് വിട്ടിട്ടല്ല. അപ്പം ഈ സ്റ്റിയറിംഗിൽ നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് പിടിച്ചാൽ മാത്രമേ എന്ത് നമുക്ക് കറക്റ്റായിട്ട് വണ്ടി നിർത്താൻ പറ്റത്തുള്ളൂ. ആ സമയത്ത് നമ്മുടെ ഇരിപ്പിടം നമുക്കിപ്പോൾ ഇത് ബാക്കിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റിയറിംഗിന് കൈ ഉള്ളപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എത്തണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യമേ ബ്രേക്കിലേക്കും അത് സ്റ്റിയറിംഗിലേക്ക് നമ്മുടെ കൈ പിടിച്ചിട്ട് നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം, കൃത്യമാക്കി വെക്കണം. കണ്ടില്ലേ? താഴെ നമ്മുടെ ഈ സീറ്റിന്റെ അടിയിലായിട്ട് ഒരു കമ്പി ഉണ്ട്, കണ്ട? ഈ ഒരു കമ്പി
നമ്മളിങ്ങനെ മുകളിലേക്ക് ഇതാണ് ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ നമ്മുടെ കാലപ്പം ബ്രേക്കിലും ഉണ്ടായിരിക്കണം സ്റ്റിയറിംഗിലും ഉണ്ടായിരിക്കണം കൈയും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ പിടിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്കത് മുൻപോട്ടും ബാക്കിലേക്കും വരും കേട്ടോ. അപ്പൊ ഇത് നമുക്ക് കൃത്യമാക്കി ഈ ഒരു രീതിയിൽ ഇങ്ങനെ കാലും കൈയും നമ്മുടെ സ്റ്റിയറിംഗിലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു കൈ കൊണ്ട് നമുക്ക് വന്ന് ചാർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ രണ്ട് സീറ്റിന്റെ ഇടയിലായിട്ടൊരു ക്ലിപ്പ് ഉണ്ട്. ഇത് കണ്ട ഈ ഒരു ക്ലിപ്പ് നമ്മൾ മുകളിലോട്ട് പൊക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ചാര് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം ഈ നമ്മൾ ചാര് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റിയറിംഗിൽ കൈ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് കൃത്യമായിട്ട് സീറ്റ് എത്രയാണെന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾ ഇത് വീഡിയോ സ്കിപ്പ് ചെയ്താൽ തന്നെ കാണാം. നിങ്ങളുടെ വാഹനത്തിൽ കയറിയിരുന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ വീഡിയോ ഒന്ന് ഓൺ ആക്കിയിട്ട് ഇതേ രീതിയിൽ തന്നെ നിങ്ങളുടെ വാഹനത്തിൽ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നിങ്ങളുടെ വണ്ടിയിലുണ്ടോ, അപ്പൊ അതിലൊക്കെ കയറി നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. അപ്പൊ നമുക്ക് തന്നെ ഒരു വണ്ടി ഓടിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് തന്നെ കിട്ടും. അപ്പൊ നമ്മൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നടന്നില്ലേ, നമ്മുടെ ചാർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ക്ലിപ്പ് നമ്മൾ പൊക്കി കഴിയുമ്പോൾ ഇങ്ങനെ പൊക്കി തട്ട് എന്ത് ചെയ്യണം, നമ്മൾ ചെറുതായിട്ട് വേണം നിങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ എടുത്ത് വിടരുത്. നമ്മൾ ആദ്യമേ ഇങ്ങനെ മുകളിലോട്ട് പൊക്കി പിടിക്കുക, നമ്മുടെ കൈ സ്റ്റിയറിംഗിൽ പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പതിയെ നമ്മുടെ ഏണിന്റെ ഭാഗം പതിയെ നമ്മൾ മുന്നോട്ടും ബാക്കിലോട്ടൊന്ന് ചാരി കൊടുക്കുക. അപ്പൊ നമുക്ക് കൃത്യം എത്രയായെന്ന് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ക്ലിപ്പിൽ നിന്ന് വിടുക. കണ്ടില്ലേ, സീറ്റ് ക്ലിയർ ചെയ്തു. നമ്മൾ സീറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലച്ച് ചവിട്ടുക. ക്ലച്ച് ചവിട്ടി ന്യൂട്രാണോ എന്ന് നോക്കണം. എന്നിട്ട് ഇത് കണ്ടില്ലേ, ക്ലച്ച് നല്ലൊരു ചവിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ കാല് ബ്രേക്കിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ ക്ലച്ച് ചവിട്ടി ന്യൂട്രാക്കണം നോക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കരുത്, എന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഒന്ന് കൊണ്ടുപോയി നോക്കുക. കണ്ട, അപ്പൊ അറ്റം നമുക്കറിയാം ഗിയർ ആണ്. അപ്പൊ ഒന്ന് തട്ടിയാൽ എന്തായി, ന്യൂട്രായി. അതേപോലെ ഇങ്ങനെ അറ്റത്തോട്ട് വന്നാലും ഗിയർ ആണ്. ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ന്യൂട്രായി. ഇപ്പൊ ഇങ്ങനെ വേണം ന്യൂട്രാണെന്ന് നോക്കാം. അല്ല നിങ്ങൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ന്യൂട്രായിട്ട് തോന്നും, ഇവിടെ ന്യൂട്രായിട്ട് തോന്നും, ഇവിടെ ന്യൂട്രായിട്ട് തോന്നും. കാരണം ഇത്രയും പ്ലേ അല്ല എല്ലാ വണ്ടിക്കും, പല വണ്ടിക്കും പ്ലേ കൂടുതലുള്ള ഉണ്ടാകും. അപ്പൊ നമുക്ക് എല്ലാം ന്യൂട്രായിട്ട് തോന്നും. ലാസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ ഗിയർ അടിക്കും, നമുക്ക് ന്യൂട്രായിട്ട് അന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ കഴിയാതെ വരും. ഇപ്പൊ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ഒന്ന് തട്ടി നമുക്ക് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ന്യൂട്രാക്കിയതിനു ശേഷം എന്ത് ചെയ്യണം, നിങ്ങൾ ചാവി ഇടുമ്പോൾ ഒറ്റയടിക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ തിരിച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യരുത്. എന്ത് ചെയ്യണം, ആദ്യം ഒന്ന് തിരിച്ചു കഴിയുമ്പോൾ നമ്മുടെ മീറ്റർ കൺസോളിനകത്ത് ലൈറ്റുകളൊന്നും വരില്ല. കണ്ടില്ലേ, നിങ്ങൾ ഇത് കണ്ട മീറ്റർ കൺസോളിനകത്ത് ഞാൻ വീണ്ടും ഒന്നുകൂടെ തിരിക്കുകയാണ്. ഒന്നുകൂടെ അങ്ങോട്ട് തിരിച്ചു കഴിയുമ്പോൾ കണ്ടില്ലേ, മീറ്റർ കൺസോളിനകത്ത് ലൈറ്റുകൾ വന്നു. കണ്ട, അപ്പം ലൈറ്റുകൾ വന്നതിന് ശേഷം ഒരു ചെറിയൊരു എർത്ത് സൗണ്ട് കേൾക്കാം. ഒരു മൂളൊക്കെ നമ്മളെ സൈലന്റ് ആയിട്ടുള്ള സമയത്ത് കേൾക്കത്തുള്ളൂ. ആ സൗണ്ട് നിൽക്കും. ഒന്ന് രണ്ട് ലൈറ്റുകൾ കെടും. അപ്പൊ കെട്ടതിന് ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യണ്ട, സ്റ്റാർട്ടിങ് ആയി. ഇത്രയുള്ളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന വരെയുള്ള കാര്യം. നമ്മൾ ഒരു വണ്ടിയിൽ കയറി എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ കിടക്കുന്ന വണ്ടി നമുക്ക് കാരണം പ്രത്യേകിച്ച് എല്ലാവർക്കും പേടികൾ ഉണ്ടാകാനുള്ള കാരണം, പേടികൾ ഉണ്ടാകുന്ന എവിടെന്ന ഒരു സ്പേസ് കുറഞ്ഞ സ്ഥലത്തുനിന്ന്, വീടിന്റെ മുറ്റത്തുനിന്ന്, അതുപോലെ കാർ പോർച്ച് കിടക്കുമ്പോഴും ഒന്ന് സ്റ്റാർട്ട് ചെയ്തെടുക്കാനാണ്. കാരണം ഞാൻ ആ വണ്ടിയിലോട്ട് കയറി കഴിഞ്ഞാൽ ഭിത്തിയെ മുട്ടുവോ, അപ്പോൾ ഇപ്പൊ ഈ 90% ഈ വീഡിയോ കണ്ടുപിടിക്കുന്ന 90% ആൾക്കാരുടെ പ്രയാസം ഇത് തന്നെയാണ്. ഞാൻ ഇപ്പൊ വണ്ടി അങ്ങോട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ആ വണ്ടിയെ ഭിത്തിയെ മുട്ടുവോ, അതുപോലെ തന്നെ ഗേറ്റെ തട്ടുവോ, കൊച്ചിനെ ഇടിക്കുവോ, ഇങ്ങനെയൊക്കെയുള്ള പേടികളാണ്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ക്രമമായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പേടികളുണ്ടാകും. നമ്മളിപ്പോ പേരെഴുതുന്ന സമയത്ത് നമ്മളൊരു അക്ഷരം മാറിയാൽ നമ്മുടെ പേരാവില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ക്രമമായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട കാര്യം വരുന്നില്ല. നമുക്ക് ക്രമമായിട്ട് എഴുതാൻ അറിയാൻ മേലാത്തതുകൊണ്ടും ക്രമമായിട്ട് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് നമുക്ക് പേടികൾ ഉണ്ടാകുന്നത്. ഞാൻ കയറിയപ്പോഴും എന്റെ കാല് ഇവിടെ ഇരിപ്പുണ്ട്, ബ്രേക്കിൽ ഇരിപ്പുണ്ട്. കാരണം നമ്മൾ ബ്രേക്കിൽ കാല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വണ്ടി എങ്ങോട്ടും നീങ്ങില്ല. കാരണം നമുക്ക് തന്നെ അറിയാം, ബ്രേക്ക് കാല് വെച്ചാൽ വണ്ടി അവിടെ നിൽക്കുകയാണ്, വണ്ടി മുന്നോട്ടോ കാലിക്കോട്ടൊന്നും പോകുന്നത്. നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്യാതെ അവിടെ നമുക്ക് പലരും ഈ ഒരു വീഡിയോ കാണുന്ന 90% ആൾക്കാരുടെ കാലുകൾ എന്ത് ചെയ്യുന്നില്ല, ബ്രേക്കിലേക്ക് ഉറയ്ക്കുന്നില്ല. ഈ ബ്രേക്കിലേക്ക് ഉറയ്ക്കാത്തത് കൊണ്ടുമാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്കും പ്രയാസം തോന്നുന്നത്, പേടി തോന്നുന്ന, പോയി തട്ടുവോ മുട്ടുവോ എന്നുള്ള പേടി ഉണ്ടാകുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മുടെ രണ്ട് സൈഡിലെ മിററുകൾ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമുക്ക് ബേസ് മോഡൽ വണ്ടി ഉണ്ടാകും, അതുപോലെ തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടി ഉണ്ടാകും. അപ്പൊ ഈ ബേസ് മോഡൽ വണ്ടിയൊക്കെ ആവുമ്പോൾ നമുക്ക് കയറി ഇരിക്കുമ്പോഴേ വേണം എന്ത് ചെയ്യുന്ന, ഇതുപോലെ നമുക്ക് കൈ കൊണ്ട് ചെയ്യാം. അതേ സമയത്ത് ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്തില്ല, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ക്രമമായിട്ട് എഴുതാൻ പഠിച്ചാൽ വീട്ടിൽ ഇരുന്ന് എഴുതുന്നതും റോഡിൽ ഇരുന്ന് എഴുതുന്നതും ഇനിയിപ്പം പുറത്ത് പോയിരുന്ന് എഴുതുന്നതും ഗൾഫിൽ പോയിരുന്ന അമേരിക്കയിൽ പോയിരുന്ന് എഴുതിയാലും നമ്മൾ ക്രമമായിട്ട് അക്ഷരങ്ങൾ എഴുതി കഴിഞ്ഞാൽ ആരെഴുതിയാലും എന്ത് തന്നെ വായിക്കുന്നുള്ളൂ, നമ്മൾ ആ പേര് എഴുതി എന്താണോ അത് തന്നെ വായിക്കുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ഈ വീട്ടിൽ കിടക്കുന്ന വണ്ടിയാണെങ്കിലും, റോഡിൽ കിടക്കുന്ന വണ്ടിയാണെങ്കിലും, പുറത്ത് കിടക്കുന്ന വണ്ടിയാണെങ്കിലും, ഗൾഫിൽ കിടക്കുന്ന വണ്ടിയാണെങ്കിലും നമുക്ക് ക്രമമായിട്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് വണ്ടിയിലും കയറി തപ്പേണ്ട കാര്യം വരത്തില്ല, പ്രയാസപ്പെടേണ്ട ബുദ്ധിമുട്ടുന്ന കാര്യം വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ക്രമമായിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പൊ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ രണ്ട് സൈഡിലെ മിററുകൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഈ ക്ലിയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നിട്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. നടത്തില്ല കാൽ ഭാഗം നമ്മുടെ ബോഡി ലെഫ്റ്റ് സൈഡിലെ മിററാണ് സെറ്റ് ചെയ്യുന്നത്,
കാൽഭാഗം ബോഡി, മുക്കാൽ ഭാഗം വ്യൂവും കാണുക. നമ്മളെ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നാണ്ട് ഈ ഒരു രീതി വേണം നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഇങ്ങനെ മുക്കാൽ ഭാഗം ബോഡിയും കാൽ ഭാഗം വ്യൂ ആയിട്ട് വെക്കരുത്. കാരണം പിന്നെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ബാക്കിലെ കാണാൻ വേണ്ടി, ബാക്കിലെ വണ്ടികൾ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഈ ഒരു രീതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലേക്ക് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് സീറ്റ് എഴുന്നേറ്റ് നോക്കേണ്ടിയൊക്കെ വരും. അപ്പം ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു രീതി വെക്കാതെ ഇത് കണ്ടില്ലേ, കാൽ ഭാഗം വെച്ച് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് ഒരു ഉന്നം കിട്ടിയാൽ മതി. നമ്മുടെ വണ്ടിയുടെ ഒരു ബോഡി ഉന്നം കിട്ടിയാൽ മതി. നമുക്ക് ബാക്കിയുള്ള വ്യൂ ആണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ റൈറ്റ് സൈഡിലെ മിററും അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. കണ്ടില്ലേ, നമ്മുടെ ഒരു കാരണവശാലും അല്ല നിങ്ങൾ വെക്കരുത്. കണ്ടില്ലേ, കാൽഭാഗവും അതുപോലെ തന്നെ മുക്കാൽ ഭാഗം. അതുപോലെ തന്നെ നമ്മുടെ സെൻട്രലിലെ മിറർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടില്ലേ, നമുക്ക് ഈ ബാക്കില് ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടണം. കണ്ട ഈ ഒരു മിററിനകത്ത് നമുക്ക് ബാക്കിലെ ഫുള്ള് ഇതിനകത്ത് കിട്ടണം. ആ രീതി വെക്കണം. അല്ല നിങ്ങൾ ഇങ്ങനെ ചരിച്ച് ഒരു ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ചരിച്ചൊന്നും വെച്ച് കളയരുത്. ഫുള്ളായിട്ട് നമുക്ക് കിട്ടത്തക്ക പോലെ വേണം എന്ത് ചെയ്യാം, ഈ ഒരു മിററും സെൻട്രൽ മിററും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം സീറ്റ് ബെൽറ്റ് എന്ത് ചെയ്യാം, ഇടാം. കാരണം എന്തിനാണ് ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം സീറ്റ് ബെൽറ്റ് ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിറർ നമ്മുടെ ബോഡിയുടെ വെളിയിലാണ്. അപ്പൊ നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ഒക്കെ ആദ്യം വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ആ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മിറർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ നീക്കിക്കൊണ്ട് പോയി ചെയ്യുന്ന ഒരു പണിയുമില്ല. എല്ലാം നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിന്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഇപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നത്. സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുക്കണം. ഇത് കണ്ടില്ലേ, ക്ലച്ച് നമ്മൾ ആദ്യമേ ചവിട്ടി കൊടുക്കണം. നമ്മൾ എന്തുകൊണ്ടാണ് ആദ്യമേ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത്? ഒരു വണ്ടി കിടക്കുന്ന വണ്ടി എടുക്കുമ്പം ടോർക്ക് കൂടിയ ഗിയറായ ഫസ്റ്റ് ഗിയർ തന്നെ കൊടുക്കണം. കാരണം ഒരു ജീവനില്ലാതെ കിടക്കുകയാണ് ഒരു വണ്ടിക്ക്. ജീവനുള്ള മനുഷ്യനേക്കാൾ വെയിറ്റ് ആണ് കിടക്കുന്ന ബോഡിക്ക് എന്ന് പറഞ്ഞതുപോലെ കിടക്കുന്ന ഒരു വണ്ടി എന്ത് തന്നെയാണ്, ഒരു ബോഡിയാണ്. അപ്പം ആ കിടക്കുന്ന വണ്ടിയെ ടോർക്ക് കൂടിയ ഗിയറായ ഫസ്റ്റ് ഗിയർ തന്നെ കൊടുത്താൽ എന്ത് ചെയ്തുള്ള വണ്ടി മുൻപോട്ട് നീങ്ങുന്നുള്ളൂ. ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു. അപ്പൊ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന സമയത്ത് കണ്ടിട്ടില്ല, മേളിൽ ഒരു തൊപ്പി ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ തള്ളവിരലിന്റെ ഭാഗം കൊണ്ട് വേണം എന്ത് ചെയ്യാം, നിങ്ങൾ അങ്ങോട്ട് ചേർത്തിടാൻ. കണ്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ അറ്റത്തോട്ട് വരണം. കണ്ട ഈ ഒരു ഭാഗം കൊണ്ട് ഇങ്ങനെ മേളിൽ ഒരു തൊപ്പി ഇരിക്കുന്നേ ഉള്ളൂ. ഇതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പണി ചെയ്യുന്നത്. ഈ സൈഡ് കൊണ്ടാണ്, കണ്ട ഈ തള്ളവിരലിന്റെ ഭാഗം കൊണ്ടാണ് അങ്ങോട്ട് ക്ലച്ച് ചവിട്ടി നാളെ ഈ സൈഡോട് ചേർത്തിട്ടു. ഏത് ഗിയർ വേണം, ഫസ്റ്റ് ഗിയർ വേണം. അപ്പം എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ഇതുണ്ടല്ലേ, ഞാൻ അങ്ങോട്ട് ചേർത്തില്ല, ഏത് ഗിയറിലോട്ട് പോകും, തേർഡ് ഗിയറിലോട്ട് പോകും. അപ്പൊ നമ്മൾ ഈ സൈഡ് ചേർത്തിട്ടാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, ഫസ്റ്റ് ഗിയറിലോട്ട് പോകത്തുള്ളൂ. അപ്പൊ നമ്മൾ ക്ലച്ച് ചവിട്ടി ആ സൈഡിലോട്ട് ചേർത്ത് ഫസ്റ്റ് ഗിയർ കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യാം, നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് മാറ്റുക. നമുക്ക് വേണമെങ്കിൽ എന്തിനാണ് ഇപ്പൊ ഈ ഹാൻഡ് ബ്രേക്ക് മാറ്റുന്നത്, നേരത്തെ മാറ്റിക്കൂടെ, സ്റ്റാർട്ട് ചെയ്തപ്പോഴേ മാറ്റിക്കൂടെ നമുക്ക് പലർക്കും തോന്നാം. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പണി എന്തുവാണ്, നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ തുടക്കക്കാരുടെ ശ്രദ്ധ മൊത്തം ആ സമയത്ത് എവിടെ നിൽക്കും, മിററിലേക്ക് നിൽക്കും. അപ്പൊ മിററിലേക്ക് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ മിറർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ വാഹനത്തിന്റെ വീലുകൾ 4 സൈഡിൽ ഉരുണ്ട് കിടക്കുമായതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു വണ്ടി നിരപ്പത്ത് തന്നെ കിടക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു കയറ്റമായിരിക്കും, ചിലപ്പോൾ സ്ലോപ്പ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം, നമ്മുടെ കാല് നമ്മളിപ്പോ മിററിലോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ കാല് എവിടെ നിന്ന് അയയാം, ബ്രേക്കിൽ നിന്ന് വേണം നമുക്ക് കാലയയാം. കണ്ടിട്ടുണ്ട്, നമ്മൾ മിററിലോട്ട് പോകുന്ന സമയത്ത് കാല് എവിടെ നിന്ന് അയയാം, ബ്രേക്കിൽ നിന്ന് അയയാം. അപ്പൊ എന്ത് സംഭവിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും മുമ്പിലൊക്കെ ചിലപ്പോൾ പോയി തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്തൊന്നും ഹാൻഡ് ബ്രേക്ക് മാറ്റാത്തത്. അപ്പം ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം നമുക്ക് ഹാൻഡ് ബ്രേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വണ്ടിക്ക് അത് യാതൊരു പണികളും ഇല്ല. അതുകൊണ്ടാണ് ലാസ്റ്റ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് മാറ്റുന്നത്. നമ്മൾ ലാസ്റ്റിൽ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യൂ, നമ്മൾ ഹാൻഡ് ബ്രേക്ക് മാറ്റാത്തത്. കാരണം പ്രത്യേകിച്ച് ഞാനിപ്പോൾ കയറി ഇരുന്നപ്പോഴേ എൻ്റെ കാല് എവിടെ ഇരിപ്പുണ്ട്, ബ്രേക്കിൽ ഇരിപ്പുണ്ട്. കാരണം ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചോളം പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ ബ്രേക്കിൽ നിന്നൊക്കെ അപ്പൊ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഒക്കെ മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ സംഭവിക്കും, ഈ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം നമ്മുടെ 4 സൈഡിലെ വീലുകൾ ഉരുണ്ട് കിടക്കുമായതുകൊണ്ട് നമുക്ക് എപ്പോഴും നിരപ്പത്ത് കിടക്കാത്തതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കാം. അപ്പൊ നമുക്ക് ചെറിയൊരു സംശയം കാണിക്കുന്ന പേടികളുള്ളതുകൊണ്ട് എന്ത് ചെയ്യും, ഇതൊക്കെ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് മാറ്റുന്നത്. ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു, ഹാൻഡ് ബ്രേക്ക് മാറ്റി. അപ്പൊ നമുക്ക് റോഡിന്റെ ഏത് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കാനാണ് ലൈസൻസ് വന്നിരിക്കുന്നത്, റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓടിക്കാനാണ് ലൈസൻസ് വന്നിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ റൈറ്റ് സൈഡിലോട്ടാണ് കയറുന്നത്. അപ്പൊ റൈറ്റ് സൈഡിലോട്ട് കയറുമ്പോൾ ഏത് സൈഡിലെ മിററിൽ നോക്കണം, റൈറ്റ് സൈഡിലെ മിററിലാണ് നോക്കുന്നത്. അപ്പൊ റൈറ്റ് സൈഡിലെ മിററിൽ നോക്കി വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം. നമ്മള് പലരും എന്ത് ചെയ്യും, ഇത് ഇൻഡിക്കേറ്റർ കൊടുത്തു അങ്ങനെ എടുക്കാനാണ് പലരും ശ്രമിക്കുന്നത്. കാരണം നമ്മളൊരു ഇൻഡിക്കേറ്റർ കൊടുത്തുകൊണ്ട് അവിടെ കാര്യമാകുന്നില്ല. കാരണം ഇൻഡിക്കേറ്റർ കൊടുക്കുന്നത് ആണെന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ മിററിൽ നോക്കുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. കാരണം നമ്മുടെ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയുടെ സൈഡ് ഏത് തന്നെയാ, നമ്മുടെ ലെഫ്റ്റ് സൈഡ് തന്നെയാണ്, നമ്മളെ ചേർന്നേ വരത്തുള്ളൂ. കാരണം അവർ ഓപ്പോസിറ്റ് സൈഡിലൂടെ വരത്തില്ല. കാരണം ഓപ്പോസിറ്റ് സൈഡിലൂടെ വരുന്ന ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന വണ്ടിയുടെ സൈഡാണ് ആ സൈഡ്, റോങ് സൈഡ് അല്ല റൈറ്റ് സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയുടെ സൈഡ് നമ്മുടെ തന്നെയാണ്. നമ്മളെന്ത് ചെയ്യും, നമ്മുടെ വണ്ടിയുടെ വീലുകൾ പ്രത്യേകിച്ച് തുടക്കക്കാരൊക്കെ ആകുമ്പോൾ ഈ വീലുകൾ എങ്ങനെയാ തിരിഞ്ഞു കിടക്കുന്നതെന്ന് അറിയത്തില്ല. ചിലപ്പോൾ റൈറ്റിലോട്ടൊക്കെ തിരിഞ്ഞു കിടക്കും. അപ്പൊ എടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും,
ആ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടി തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ മിററിൽ നോക്കുന്നതിലാണ് കാര്യം. ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഇൻഡിക്കേറ്റർ കൊടുക്കുന്നതും എല്ലാം. അപ്പൊ ആ മിററിൽ നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയെ കാണാൻ വേണ്ടിയിട്ടുമാണ്. അപ്പൊ നമ്മൾ മിററിൽ നോക്കി വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ നമുക്ക് വണ്ടി വേണേൽ എടുക്കാം. പിന്നെ ഇൻഡിക്കേറ്റർ കൊടുക്കുന്നതിൽ തെറ്റുമില്ല. എന്ത് ചെയ്യാം, ഇൻഡിക്കേറ്റർ കൊടുത്തു. അതിനുശേഷം നിങ്ങൾ ബ്രേക്കിൽ നിന്ന് പതിയെ നിങ്ങൾ ഇങ്ങനെ എടുത്ത് മാറ്റരുത്. നിങ്ങൾ പതിയെ ഒന്ന് ബ്രേക്ക്, കാരണം പലരും എന്ത് ചെയ്യും, ഇങ്ങനെ കാഫ് ക്ലച്ച് ആക്കിയിട്ട് ഇങ്ങനെ ബ്രേക്ക് എടുത്ത് മാറ്റി ആസായിട്ട് കൊടുക്കാൻ നോക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ആദ്യം നിങ്ങൾ ഇങ്ങനെ ബ്രേക്കിൽ ഇങ്ങനെ അയച്ചയച്ച് നോക്കുക. അപ്പൊ ഇത് ബ്രേക്കിൽ നിന്ന് ഇങ്ങനെ അയച്ചയച്ച് നോക്കുന്ന മുന്നിലോട്ടോ ബാക്കിലോട്ടോ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ ബ്രേക്കിൽ നിന്ന് കാല് പതി മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾ മെല്ലെ ക്ലച്ചിൽ നിന്ന് എടുക്കുക. അതുകൊണ്ടല്ലേ മെല്ലെ എടുത്ത് കഴിയുമ്പോൾ തടാ, നിങ്ങൾ എടുത്തോണ്ട് പോകരുത്, മെല്ലെ എടുത്തോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഞാനിപ്പോ നമ്മുടെ വീടിന്റെ അവിടെ തന്നെയാണ് എടുക്കുന്നത്. മെല്ലെ എടുക്കുമ്പോൾ വേണ്ട, നമുക്ക് പതിയെ അങ്ങോട്ട് എന്ത് ചെയ്യാം, നമുക്ക് മുന്നോട്ട് ഉള്ളും. അപ്പൊ ഞാൻ ആസൈഡർ കൊടുത്തില്ല, നിങ്ങൾ നോക്കി കണ്ടോ, ആസൈഡർ കൊടുത്തില്ല. നമുക്ക് പതിയെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആസൈഡറിന്റെ ആവശ്യം വരുന്നില്ല. അവിടെ കണ്ടില്ലേ, പതിയെ എടുക്കാൻ നമുക്ക് സ്പീഡിന് വേണ്ടിയിട്ടാണ് ആക്സിലേറ്റർ കൊടുക്കുന്നത്. അപ്പൊ വണ്ടി ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മൾ ക്ലച്ച് എന്തിനു വേണ്ടിയിട്ടാ, ഒരു വണ്ടി ന്യൂട്രാക്കാന്, അതുപോലെ തന്നെ ഗിയർ ഇടാന്, ഒരു വണ്ടി എടുക്കാൻ. അപ്പൊ എടുക്കാനാണ് ഇപ്പൊ നമ്മൾ ഒരു വീടിന്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, വണ്ടി എടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ എടുക്കുന്ന സമയത്ത് നമുക്ക് ആക്സിലേറ്ററിന്റെ മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾ മുമ്പേ പറഞ്ഞ ആക്സിലേറ്റർ എന്തിനു വേണ്ടിയിട്ടാ, സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി എടുക്കുകയാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് ആക്സിലേറ്ററിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. കണ്ടില്ല, ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ കാലൊക്കെ മാറ്റി വെച്ചിങ്ങനെ വെക്കുന്നത്. അപ്പൊ നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെ കാലിങ്ങനെ മാറ്റി വെച്ചിരിക്കരുത്. കാരണം നമ്മളൊരു ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുന്ന സമയങ്ങളിൽ മുഴുവനും നമ്മുടെ കാല് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇരിക്കണം. കാരണം ഒന്നീ നമുക്ക് ബ്രേക്കിന്റെ ആവശ്യം ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് ആക്സിലേറ്ററിന്റെ ആവശ്യം ഉണ്ടാകും. ഇപ്പൊ ഇത് രണ്ടും ഇല്ല നമുക്ക് വണ്ടി ഓടിക്കാനും പറ്റത്തില്ല. അതുപോലെ തന്നെ രണ്ടും ഒരുപോലെ നമുക്ക് ചവിട്ടേണ്ട ആവശ്യം വരുന്നില്ല. ഏതെങ്കിലും ഒന്ന് എപ്പോഴും വേണം. അപ്പൊ നമ്മൾ ഈ ബ്രേക്കിൽ നിന്നായിരിക്കും കാല് മാറ്റുന്നത്, നമ്മൾ സ്പീഡ് കൂട്ടാൻ ആക്സിലേറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആക്സിലേറ്ററിൽ നിന്നായിരിക്കും കാല് മാറ്റുന്നത്, ഒന്നീ സ്ലോ ചെയ്യാനോ അല്ല നിർത്താനോ വേണ്ടിയിട്ടായിരിക്കും. അപ്പം ഒരു കാരണവശാലും നിങ്ങളുടെ കാല് ഇങ്ങനെ ക്ലച്ചിന്റെ കാല് ഇങ്ങനെ താത്ത് നമ്മൾ ഗിയർ ഒക്കെ മാറിയിട്ട് മാറ്റി വെക്കുന്ന പോലെ ഇങ്ങനെ കാല് മാറ്റി വെക്കരുത്. ഈ കാല് എപ്പോഴും നിങ്ങൾ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യണം. കണ്ട, ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആയിരിക്കണം. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ആക്സിലേറ്ററിന്റെ ആവശ്യമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് മാറ്റി വെച്ചതേ ഉള്ളൂ. കണ്ട, നമ്മൾ ക്ലച്ചിൽ നിന്ന് തന്നെ മെല്ലെ എടുക്കും. കൃത്യമായിട്ട് നമുക്ക് മുൻപോട്ട് വണ്ടി കറക്റ്റായിട്ട് ഉരുണ്ട് പോകും. കണ്ട, എടുത്തുകൊണ്ട് നിങ്ങളിങ്ങനെ മേളോട്ട് ഒരുപാട് പോകരുത്. നമുക്ക് പതിയാണ് എടുക്കാനുള്ളത്. നിങ്ങൾ പതിയെ തന്നെ ഒരു അനക്കം, ഒരു ക്ലച്ചിന്റെ ഒരു അനക്കം കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യുക, അവിടെ തന്നെ നിങ്ങൾ സ്റ്റില്ല് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇറങ്ങാം. കണ്ടോ, അടിപൊളിയായിട്ട് നമുക്ക് വണ്ടി ഓഫ് ആകാതെ തന്നെ കൃത്യമായിട്ട് എടുക്കാം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു രീതി തന്നെ, നിങ്ങൾക്ക് ഇത്ര ഒരു സ്പേസ് നിങ്ങളുടെ വീട്ടിലുണ്ടോ, നിങ്ങൾ ഇങ്ങോട്ട് ഒന്ന് ഉരുട്ടി നിങ്ങൾ ആ സ്പേസിനവിടെ തന്നെ ഇട്ട് നിങ്ങൾ സ്റ്റിയറിംഗ് ആദ്യം തിരിക്കാതെ ഇങ്ങനെ തന്നെ ഒന്ന് പതിയെ ക്ലച്ച് ബ്രേക്കിൽ നിന്നൊക്കെ മാറ്റി പതിയെ ഒന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തൊന്ന് എടുത്ത് നോക്കിയേ. കൃത്യമായിട്ട് നിങ്ങളുടെ ആ പേടികളെല്ലാം മാറി. ഇതുണ്ട, ഞാൻ റിവേഴ്സ് ഗിയർ കൊടുത്ത് ബാക്കിലോട്ട് വരാൻ പോവാണ്. ഇതുണ്ട്, പതിയെ ക്ലച്ചിൽ നിന്ന് എടുക്കുന്നത്. അപ്പൊ നമ്മൾ റിവേഴ്സ് ഏറ്റവും പവർ ഉള്ള ഗിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ഗിയർ ആണ് ഒരു വണ്ടിക്ക് അതുള്ളത്. അപ്പൊ നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്തും നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്ത് ക്ലച്ചിൽ നിന്നും ഒരുപാട് എടുത്ത് വിടരുത്. കണ്ട, പതിയാണ് ക്ലച്ച്. ഞാൻ കാല് താത്ത് വെച്ച് കാണിക്കുകയാണ്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഡോറും തുറന്ന് ഇത് കണ്ടില്ല സേഫ്. ഇതുണ്ട, ഞാൻ കാല് താത്ത് വെച്ച് ഓടിക്കുന്നത്. അപ്പം ആക്സിഡന്റ് അവിടെ കൊടുക്കുന്നില്ലെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ട, ഇതാണ് പതിയെ ക്ലച്ചിൽ നിന്ന് എടുക്കുക. കണ്ട പതിയെ എടുത്ത് കഴിയുമ്പോൾ കണ്ട പതിയെ തന്നെ നോർമൽ രീതിയിൽ തന്നെ. അപ്പൊ നമ്മൾ ക്ലച്ചിൽ നിന്ന് മേളോട്ട് പോകുന്തോറും എന്ത് ചെയ്യും, സ്പീഡ് കൂടിപ്പോയി. ഞാനിപ്പോ ഇച്ചിരി സ്പീഡ് എടുത്ത് കാണിക്കാം. ഇതുണ്ടോ, സ്പീഡിൽ അങ്ങ് പോകും. കണ്ട, അപ്പൊ അത്രയും സ്പീഡ് നമുക്ക് വേണ്ട. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ പതിയെ ക്ലച്ചിൽ നിന്ന് എടുത്താൽ മതി. കണ്ട, അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തു കഴിഞ്ഞാൽ കണ്ട, ഇവിടെ ഒരു കാഫ് ക്ലച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതില്ല, ക്ലച്ച് ഇല്ല. ഈ പകുതി വരുമ്പോൾ ഇതല്ലേ, ഇവിടെ വരുമ്പോഴാണ് കണ്ട, ഇവിടെ വരുമ്പോൾ നമുക്ക് സ്റ്റില്ലായി വണ്ടി, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരു പരുവമാണ്. നമ്മൾ ഇവിടുന്ന് ഒരു സ്വല്പം മുകളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ കണ്ട, മുകളിലോട്ട് എടുത്തു കഴിയുമ്പോൾ വണ്ടി എങ്ങോട്ട് പോകുന്നുണ്ട് കണ്ട, ഞാൻ സ്വല്പമേ എടുത്തുള്ളൂ. അതുകൊണ്ടല്ലേ വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ അവിടെ നിർത്തിയിട്ട് വീണ്ടും ഫസ്റ്റ് കൊടുക്കുകയാണ്. ഫസ്റ്റ് കൊടുത്തു, ബ്രേക്കിൽ നിന്ന് മാറ്റി. ഇതുണ്ട് ക്ലച്ച്, ഇവിടെ നിന്ന് ക്ലച്ച് ഇല്ല എന്ന് കണ്ട, ഗിയർ ഒക്കെ ഇട്ടിരിക്കുകയാണ്, ക്ലച്ച് ഇല്ല. അപ്പൊ നമുക്ക് തന്നെ ഒരു കാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ആ ഒരു പരുവത്തിന് വരുമ്പോഴാണ് ക്ലച്ച് മുമ്പോട്ട് പോകാനുള്ള മൂവ്. കാരണം മുന്നോട്ടാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് ഗിയർ ആണ് ഇട്ടിരിക്കുന്നത്, മുന്നോട്ട് പോകാനുള്ള മൂവ് ആണ്. കണ്ട, ഇവിടെ വരുമ്പോൾ മുന്നോട്ട് പോകാനുള്ള മൂവായി. അവിടെ മുതൽ വേണം നിങ്ങൾ പതിയെ മുകളിലോട്ട് എടുക്കാൻ. കണ്ട, നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാം. മുകളിലോട്ട് ഒരുപാട് ഇങ്ങനെ എടുത്തോണ്ട് പോകരുത്, സ്പീഡ് അങ്ങ് കയറിപ്പോ. കണ്ട, അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എത്രയാണ്, നമുക്ക് മുന്നേ സ്പേസ് ഇല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്തോണ്ട് പോകരുത്. അപ്പൊ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. നമ്മൾ ഈ കാണിച്ചതും പറഞ്ഞതും എല്ലാം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയെന്നുള്ള ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അല്ല ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഡ്രൈവിന്റെ പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.